അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ സാമ യൗമൻ മിൻ റജബിൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹി തആല ദഖലൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നു, റജബിലെ ആദ്യ ദിവസത്തെ നോമ്പ് 3 വർഷത്തെ പാപത്തിന്റെ പരിഹാരമാണ്. മൻ സാമ യൗമൻ മിൻ റജബിൻ, ആരെങ്കിലും റജബ് മാസം നോമ്പ് പിടിച്ചാൽ എന്തുകൊണ്ടെന്നറിയോ, യബ്തഗി ബിഹി അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും റജബ് മാസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ, അള്ളാഹുവിന്റെ റസൂൽ റമളാൻ മാസം കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത് റജബ് മാസത്തിലാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ ഇവിടുന്ന് പറയുകയാണ്, റജബിലെ ആദ്യത്തെ ദിവസം നോമ്പ് 3 വർഷത്തെ പാപത്തിന് പരിഹാരമാ. രണ്ടാമത്തെ ദിവസത്തെ നോമ്പെന്ന് പറയുന്നത് 2 വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാ. 3-ാം ദിവസത്തെ നോമ്പ് 1 വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാ. ശേഷമുള്ള ഓരോ ദിവസവും 1 മാസത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് പറയുന്നു, അല്ലാഹുവേ, ഒരു ദീർഘമായ ഹദീസാണ്. മഹാനായ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റജബിന്റെ ഓരോ ദിവസവും നോമ്പെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? മഹാനബികൾ നിന്ന് പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ വലിയ തൃപ്തി നിർബന്ധമാവുകയും ജന്നാത്തിൽ ഫിർദൗസിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ദിവസം റജബ് മാസത്തിൽ 1 ദിവസം നിനക്ക് നോമ്പ് പിടിക്കാൻ കഴിയുമോ? 1 ദിവസം നിനക്ക് നോമ്പ് പിടിക്കാൻ കഴിയുമോ? റജബ് അവസാനിക്കാൻ പോവുകയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, 1 ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലമാ പറയുന്നത്. 2 ദിവസം നോമ്പെടുത്താൽ 2 ഇരട്ടി പ്രതിഫലം അതാ ലഭിക്കുന്നതാണ്. ഓരോ ഇരട്ടിയും ദുനിയാവിലെ പർവ്വതത്തോളം ഭാരമുണ്ടായിരിക്കുന്നതാണ്. 3 ദിവസം നോമ്പെടുത്താൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ 1 വർഷത്തെ വഴി ദൂരമുള്ള കിടങ്ങ് അല്ലാഹു സൃഷ്ടിക്കുന്നതാണ്. 4 ദിവസം നോമ്പെടുത്താൽ ദജ്ജാൽ, പരീക്ഷണങ്ങൾ, ഭ്രാന്ത്, കുഷ്ഠരോഗം, വെള്ളപ്പാട് എന്നിവയിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. 5 ദിവസം നോമ്പെടുത്താൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നിന്നെ സലാമത്തിലാക്കുന്നതാണ്. 6 ദിവസം നോമ്പെടുത്താൽ ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോ മുഖത്തിന് പൂർണ്ണ ചന്ദ്രനേക്കാളും പ്രകാശമാണ്. 7 ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഓരോ ദിവസത്തെയും നോമ്പിന് പകരം നരകത്തിന്റെ 7 കവാടങ്ങളിൽ ഓരോ കവാടവും അവനെ തൊട്ട് അടയ്ക്കപ്പെടുന്നതാണ്. 8 ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഓരോ ദിവസത്തെയും നോമ്പിന് പകരം സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഓരോ കവാടങ്ങൾ അവന് തുറന്നു കൊടുക്കുന്നതാണ്. 9 ദിവസം നോമ്പെടുത്താൽ കിട്ടുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്
എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഖബറിൽ നിന്ന് പുറപ്പെടുകയും സ്വർഗം ലഭിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. 10 ദിവസം നോമ്പെടുത്താൽ എന്താ പ്രതിഫലമെന്നറിയോ? സിറാത്തിലൂടെ അവൻ സഞ്ചരിക്കുമ്പോ ഓരോ മൈലിലും വിശ്രമിക്കാനുള്ള വിരിപ്പ് അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്. 11 ദിവസം നോമ്പെടുത്താൽ അന്ത്യനാളിൽ അവനേക്കാളും മഹത്വമുള്ള മറ്റൊരാളെയും അവൻ കാണുകയില്ല. അവനെ പോലെയോ അല്ലെങ്കിൽ അവനേക്കാളും കൂടുതലോ നോമ്പെടുത്തവരൊഴിച്ച് ഒരാളും അവനേക്കാളും മഹത്വമുള്ള ഒരുത്തനെയും കാണാൻ കഴിയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. 13 ദിവസം നോമ്പെടുത്താൽ അന്ത്യനാളിൽ അർശിന്റെ തണലിൽ അവന് വേണ്ടി സുപ്രവിരിക്കുകയും ജനങ്ങൾ കഠിന പ്രയാസത്തിൽ അകപ്പെടുമ്പോ അതിൽ നിന്ന് അവൻ ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ്. 14 ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ എൻ്റെ ഉമ്മ? അള്ളാന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യ ഹൃദയത്തിലും ചിന്തിക്കാനാവാത്ത അനുഗ്രഹം അവനിക്ക് ലഭിക്കുന്നതാ. 15 ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അന്ത്യനാളിൽ ആമിനീങ്ങൾ നിർഭയത്വമുള്ളവർക്കൊപ്പം അല്ലാഹുവിനെ നിർത്തും. അവന്റെ അരികിലൂടെ പോകുന്ന നബിമാരും മലക്കുകളും അവനോട് പറയും, നിനക്കാണ് സന്തോഷം, നിനക്കാണ് സന്തോഷം, നിനക്കാണ് സന്തോഷം, നീ രക്ഷപ്പെട്ടവൻ തന്നെ, നീ രക്ഷപ്പെട്ടവൻ തന്നെ. അല്ലാഹുവേ, വിശുദ്ധമായ റജബ് മാസം നോമ്പ് പിടിച്ചാലുള്ള ഗുണങ്ങളായി പറയുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നുണ്ട്, ഞാനൊരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് ചോദ്യം ചോദിക്കുകയാണ്, നബി എന്താണ് പറഞ്ഞു തന്നത്? അല്ലാഹുവേ, മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് പറയാണ്, ഒരാൾ അല്ലാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് റജബിൽ ഒരു ദിവസം നോമ്പെടുത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇത് കേട്ട ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെ. സ്വദഖ മുആദ് പറഞ്ഞത് സത്യമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കും. വല്ലാത്ത പ്രതിഫലമാ റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിലെ ശിക്ഷ പോലും മാറും എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറാളികളുടെ ഇടയിൽ കൂടി കടന്നു പോകുമ്പോ ആ ഖബറാളികളുടേതായ ശബ്ദം കേട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഖബറാളികൾ വല്ലാതെ കരയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ കേൾക്കുന്നില്ല നബിയെ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. ഇവര് റജബിന്റെ ഒരു നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ ഇവർ ഈ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, റജബിലെ ഒരു നോമ്പ് പിടിച്ചാൽ എങ്ങനെ ഖബറിൽ രക്ഷപ്പെടുന്നത്? അങ്ങനെ രക്ഷപ്പെടുമോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, അതെ, റജബിന്റെ ഒരു നോമ്പെങ്കിലും അവർ പിടിച്ചിരുന്നെങ്കിൽ
ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ ഖബറിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അത്രയും മഹത്തമായ നോമ്പാണ് റജബിലെ നോമ്പ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, നമ്മൾ അത്ഭുതപ്പെടണം. ഈ വിശുദ്ധമായ റജബിന് ഇത്രത്തോളം പവിത്രതയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റജബിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.